أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സമാധാനീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നാം എല്ലാവരും പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നവരാണ്. ആ പരിശുദ്ധ റമദാനിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലത്തിന്റെ ഓഫറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 183ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ. സത്യവിശ്വാസികളെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മുൻഗാമികളായ ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രമുള്ള ഒരു ഇബാദത്തല്ല. അതിനു മുമ്പുള്ള ആളുകൾക്കും ഈ ഒരു നിലക്ക് അല്ലെങ്കിൽ വേറൊരു നിലക്ക് സൗമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നോമ്പ്, ആ നോമ്പ് എങ്ങനെയാണ് നോൽക്കേണ്ടത്, അതിന്റെ രീതി എന്താണ്, എല്ലാം കൃത്യമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തേതാണ് നോമ്പ്. മദ്രസാ തലം മുതൽ നമ്മൾ പഠിക്കുന്നവരാണ്. നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അസ്സൗമു ലി, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നമസ്കാരം അത് റബ്ബിന് വേണ്ടിയിട്ടല്ലേ? സകാത്ത് കൊടുക്കുന്നത്, സ്വതക്കകൾ നൽകുന്നത്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതെല്ലാം റബ്ബിന്റെ പ്രതിഫലത്തിന് വേണ്ടി തന്നെയാണല്ലോ. പിന്നെ എന്തായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി അസ്സൗമു ലീ, എനിക്കുള്ളതാണ് നോമ്പ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം? അതിന്റെ പ്രത്യേകമായ കാരണം നോമ്പിൽ ഒരിക്കലും റിയാദ് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. പ്രകടനപരത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ, അമലുകളെ നശിപ്പിച്ചു കളയുന്നതാണ്. ഒരുപാട് അമലുകൾ ചെയ്തിട്ടും ശിർക്കുൽ അസ്ഗർ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കലാണെങ്കിൽ, ശിർക്കുൽ അസ്ഗർ ചെറിയ ശിർക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജനങ്ങളുടെ ഇടയിൽ ഒരു പേര് കിട്ടുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു നല്ല നമസ്കാരക്കാരനാണ് എന്ന് എന്റെ നാട്ടുകാർ പറയണം, അതിനു വേണ്ടി ഞാൻ പള്ളിയിൽ പോകുക. ഞാൻ നന്നായി ദാനധർമ്മം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്ന് എന്റെ നാട്ടുകാർ പറയുന്നതിന് വേണ്ടി ഞാൻ ധാരാളമായി പണം ചെലവഴിക്കുക. എന്റെ പേര് പത്രത്തിൽ വരണം, എന്റെ പേര് നോട്ടീസിൽ വരണം, എന്റെ പേര് പോസ്റ്ററിൽ വരണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ ഏതേത് ഇബാദത്തുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും, നമ്മൾ എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും അത് മറ്റൊരാൾ കാണുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നാൽ നോമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് യഥാർത്ഥമായ നോമ്പുണ്ടോ എന്നുള്ളത്
ആ വ്യക്തിക്കും പടച്ചവനും മാത്രമേ അറിയുകയുള്ളൂ. ഒരാൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ നോമ്പുകാരനാവാം, പക്ഷേ ആരും അറിയാതെ വെള്ളം കുടിക്കാം, ആരും അറിയാതെ ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ നോമ്പുകാരനായിക്കൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ നോമ്പ് ഫസാദായി പോകുന്ന കാര്യങ്ങൾ അയാൾക്ക് ഏർപ്പെടാം. പക്ഷേ അള്ളാഹുവിന്റെ ആ മനുഷ്യനും മാത്രം അറിയുന്ന ഒരു സംഗതി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം നോമ്പിന് നിശ്ചയിച്ചതും ആ നോമ്പിനെ കുറിച്ച് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും. കാരണം നമുക്ക് നോമ്പുണ്ടോ എന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. ആ റബ്ബിന്റെ കൂലിക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒരാളും കാണാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ, നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയത്. അതുപോലെ തന്നെ നോമ്പിന്റെ പകലുകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഭാര്യ നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മൾ മാറി നിന്നത്, ലൈംഗിക വൃത്തിയിൽ നിന്ന് നമ്മൾ മാറി നിന്നത് നോമ്പിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും എന്റെ നോമ്പ് എനിക്ക് നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ടുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് നോമ്പിനെ ഉന്നതമാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ മാസത്തെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ നോമ്പിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താണ് ആ മാസത്തെ അല്ലാഹ് തിരഞ്ഞെടുക്കാൻ കാരണം? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ പുണ്യമാസത്തിലാണോ, റമദാൻ മാസത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഖുർആൻ അവതീർണമായത്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗമായ പരിശുദ്ധ ഖുർആൻ. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ആ സന്മാർഗത്തിന്റെ വിശദീകരണമായ ഫുർഖാനായ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അവതീർണമായത് ഈ റമദാൻ മാസത്തിലാ. എന്നിട്ടതാ അല്ലാഹ് പഠിപ്പിക്കുകയാ, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ നിങ്ങൾക്ക് ആയുസ് ലഭിച്ചാൽ, നിങ്ങൾ ഹാജറുണ്ടായാൽ, ഫൽയസുംഹു, നിങ്ങൾ നോമ്പെടുത്തുകൊള്ളട്ടെ. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ, ഇനി ആരെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതായാൽ, അതല്ല യാത്ര കൊണ്ട് പ്രയാസപ്പെടുന്നതായാൽ, രോഗിയായാൽ, യാത്രക്കാരനായാൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം അവൻ നോമ്പെടുത്തുകൊണ്ട് നോറ്റ് വീട്ടിക്കൊള്ളട്ടെ. കഷ്ടപ്പെട്ടുകൊണ്ട് യാത്രക്കിടയിൽ നോമ്പെടുക്കണമെന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ രോഗിയാണ്, മരുന്ന് കുടിക്കണം, പ്രയാസമുള്ള സന്ദർഭമാണ്, ആ സമയത്ത് തന്നെ നോമ്പെടുക്കണമെന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ റമദാനിൽ രോഗം കൊണ്ടോ യാത്രകൾ കൊണ്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പുകൾ എണ്ണിയെടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട അത്രയും നോമ്പ് അത് നിങ്ങൾ നോറ്റുവീട്ടണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അത് എത്ര എണ്ണമാണോ അത്രയും എണ്ണം മറ്റ് ദിവസങ്ങളിൽ നിങ്ങൾ അത് നോറ്റുവീട്ടണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ, അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹ് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ദീൻ എളുപ്പമാണ്, പ്രയാസമല്ല. വലിതുക്മിലുൽ ഇദ്ദത, എന്തിനാണിത്? വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹ് നിശ്ചയിച്ച എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹ് നൽകിയ സന്മാർഗത്തിന് അവനെ നിങ്ങൾ വാഴ്ത്തുന്നതിന് വേണ്ടിയും, വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ദാസന്മാരാകുന്നതിന് വേണ്ടിയിട്ടുമാ. നോമ്പെടുക്കുന്നത് ശരീരം പട്ടിണി കിടന്ന് ക്ഷീണിക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അല്ലാഹ് നിശ്ചയിച്ച ഒരു കാര്യം അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ, നമുക്ക് ഏവർക്കും അല്ലാഹ് നൽകിയ ഈ ദീനാകുന്ന സന്മാർഗം ഉണ്ടല്ലോ, ആ സന്മാർഗത്തിന് റബ്ബിനെ സ്തുതിക്കാൻ, റബ്ബിനോട് നന്ദിയുള്ളവരാകാൻ. അപ്പൊ തഖ്വയുണ്ടാകാൻ വേണ്ടി ആദ്യം തന്നെ അല്ലാഹ് പറഞ്ഞതാ, ലഅല്ലകും തഖ്വൂൻ, നിങ്ങൾക്ക് എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? തഖ്വയുള്ള മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അല്ലാഹ് പറയാ, ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റബ്ബിനോട് നന്ദി കാണിക്കുന്നതിനും
സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കിയത്. മാസപ്പിറവി കാണുന്നതിലൂടെയാണ് വ്രതാരംഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صوموا لرؤيته وأفطروا لرؤيته فإن غم عليكم فأكملوا عدة شعبان 30. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. മാസപ്പിറവി നിങ്ങൾ കാണുന്നതിലൂടെയാണ് നിങ്ങൾ നോമ്പെടുത്ത് തുടങ്ങേണ്ടത്. അതുപോലെ മാസം കാണുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടത്. ഇനി മേഘാവൃതമായി കൊണ്ട് നിങ്ങൾക്ക് മാസം കാണാൻ കഴിയാതെ വന്നാലോ ശഅബാൻ 30 പൂർത്തിയാക്കുക. നമുക്കറിയാം ചന്ദ്രമാസങ്ങളാണ്. ചന്ദ്രമാസങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ദിവസങ്ങൾ 30 ആണ്. 29, 30, 29 പൂർത്തിയായി നമ്മൾ മാസപ്പിറവി കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം അടുത്ത മാസമാണ്. അതല്ല മേഘാവൃതമായി കൊണ്ട് മാസപ്പിറവി ദർശിക്കാതെ വരികയാണെങ്കിൽ 30 പൂർത്തിയാക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വ്രതാരംഭമെന്ന്, എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായ നസ്സുണ്ട്. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും സ്വീകരിച്ചു വന്ന ഒരു മാർഗവും മാനദണ്ഡവുമുണ്ട്. ഒരു റമദാൻ കടന്നു വരുമ്പോ അത് സത്യവിശ്വാസികളുടെ മനസ്സിൽ സന്തോഷവും ആവേശവുമാണ്. അതുകൊണ്ടാണ് സഹാബാ കിറാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. അതിൽ ഞങ്ങൾക്ക് ആഫിയത്തോടു കൂടെ ജീവിക്കുവാനും റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനുമുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാൻ മാസത്തിൽ ആഫിയത്തോടുകൂടെ ഇവിടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് രോഗശയ്യയിലാണ്, ആശുപത്രി കിടക്കകളിലാണ്, സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നമുക്കറിയില്ല ഈ റമദാൻ മാസം മുഴുവൻ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത്. ആ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ആയുസ് അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ നമുക്കറിയുകയില്ല. ഇനി ഈ ഒരു റമദാൻ നമുക്ക് ലഭിച്ചാൽ തന്നെ അടുത്ത ഒരു റമദാനിലേക്ക് ആയുസ് ഉണ്ടാകുമോ അതും നമുക്കറിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ ഈ റമദാൻ മാസം ഞങ്ങളിലേക്ക് സമാഗതമാകുകയാണ്, അതിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം, അതിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം, അത് മുഖേന എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ മുഴുവൻ പാപത്തിന്റെ കറകളെയും പടച്ചവനെ ഈ പുണ്യം കൊണ്ട് പൊരുത്തം വാങ്ങാൻ റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമാണ് റബ്ബിഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. ആലോചിച്ചിട്ടുണ്ടോ പള്ളിയിൽ വരാൻ സമയം കിട്ടുന്നില്ലേ? അതല്ലെങ്കിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുന്നില്ലേ? അള്ളാഹ്ക്ക് നമ്മളോട് താല്പര്യക്കുറവുണ്ടോ? നമുക്കതിനുള്ള തൗഫീഖ് നഷ്ടപ്പെടുന്നുണ്ടോ? സമയം കിട്ടുന്നില്ലേ? അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആ തൗഫീഖിനെ തടയുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റബ്ബിനോട് ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ആഫിയത്ത് വേണം, സമയം കിട്ടണം. നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമസ്കരിക്കുവാൻ, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുക്കുവാൻ, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി റമദാൻ നിർവഹിക്കുവാൻ അള്ളാഹിന്റെ തൗഫീഖ് നമുക്ക് വേണം. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഫിൽ ജന്നതി സമാനിയതു അബ്വാബി മിൻഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്, നരകത്തിന് 7 കവാടങ്ങളാണുള്ളത്. സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, മിൻഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിലൊരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്.
അതിലൊരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരെ മാടി വിളിക്കുന്ന കവാടമാണത്. ആ കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റാരും പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നുപോയി ആ സ്വർഗം നേടുവാൻ ബാബു സ്വലാത്തുണ്ട്, നമസ്കാരക്കാരെ വിളിക്കുന്ന ബാബുണ്ട്, ബാബു സ്വതക്കയുണ്ട്, സ്വതക്ക ചെയ്ത ആളുകളെ, സകാത്ത് ചെയ്ത ആളുകളെ വിളിക്കുന്ന ബാബുണ്ട്, അതുപോലെ ബാബു റയ്യാനുണ്ട്. നോമ്പുകാർക്ക് വേണ്ടിയുള്ള ഒരു വാതിലാണത്. ആ വാതിലിൽ നിന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയാൻ പര്യാപ്തമാണ് നമ്മുടെ നോമ്പ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെ കൂടെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുന്നുണ്ടോ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ആ രണ്ട് വാക്കുകൾക്ക് നാം നല്ലോണം അടിവരയിടണം. വെറുതെ നോമ്പെടുക്കുക എന്നുള്ളതല്ല, വെറുതെ നോമ്പെടുക്കുക എന്നുള്ളതല്ല. മൻ സാമ റമദാന എന്ന് പറഞ്ഞ് പ്രവാചകൻ നിർത്തിയിട്ടില്ല. ഈമാനൻ വഹ്തിസാബ, ഈ രണ്ട് കാര്യങ്ങൾ മുഖ്യമാണ്. അങ്ങേയറ്റത്തെ വിശ്വാസത്തോടുകൂടെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ സകല പാപങ്ങളും അള്ളാഹ് അത് മുഖേന പുറത്തു കൊടുക്കുന്നതാണ്. ഇതാണ് അള്ളാഹ് നമുക്ക് നൽകുന്ന ഓഫർ. ആ ഓഫറാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. നോമ്പ് നോൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ആ നോമ്പിനെ സമീപിക്കുവാൻ. നിയ്യത്ത് വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിശ്ചയമായും പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശശുദ്ധിക്ക് അനുസരിച്ചാണ്. നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത്, ഫർദ് നോമ്പാണെങ്കിൽ, റമദാൻ മാസത്തിലെ നോമ്പാണെങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിനും സുബഹിന് മുമ്പായി കൊണ്ട് നിയ്യത്ത് വെക്കണം. ഓരോ നോമ്പിനും പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് വെക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ 30 എണ്ണത്തിന് ഒരൊറ്റ നിയ്യത്തല്ല, ഓരോ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് വെക്കണം. എന്നാൽ പ്രവാചകന്റെ സുന്നത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സുന്നത്ത് നോമ്പുകൾ, ഫർദ് നോമ്പല്ല, സുന്നത്ത് നോമ്പുകൾ സുബഹിന് ശേഷവും പ്രവാചകൻ നിയ്യത്ത് വെച്ച് നോമ്പെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ റമദാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം, ഫർദ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സുബഹിന് മുമ്പ് നാം നിയ്യത്ത് ചെയ്യണം. നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ട യാതൊരു ആവശ്യവും നോമ്പിന്റെ നിയ്യത്തിനില്ല. അത് മനസ്സിന്റെ ഉദ്ദേശമാണ്. മനസ്സുകൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കുക. ആ നിയ്യത്ത് വളരെ പ്രാധാന്യമാണ്, പ്രവാചകന്റെ സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്താഴം കഴിക്കുക. പല ആളുകൾക്കും ഒരു പ്രകൃതമുണ്ട്, ഒരു 12 മണി വരെ ഉറങ്ങാതെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരൊറ്റ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നീട് അത്താഴത്തിന് എണീക്കാതെ സുബഹിന് നേരിട്ട് എണീക്കുന്ന ഒരു അവസ്ഥ. പ്രബലമായ സുന്നത്താണ് പ്രിയപ്പെട്ടവരെ അത്താഴത്തിന് വേണ്ടി പ്രത്യേകം എണീക്കുക എന്നുള്ളത്. നമ്മുടെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങിയതിന് ശേഷം അത്താഴത്തിന്റെ സമയത്ത് ഒരു ഭക്ഷണവും ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണെങ്കിലും എണീറ്റ് ഒരല്പം വെള്ളം കുടിച്ച് 3 കാരക്കയെങ്കിലും കഴിക്കുക എങ്കിൽ ആ ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കും. മാത്രമല്ല ആ സമയത്തിന്റെ പുണ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ബറക്കത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, ആ അത്താഴത്തിൽ അതെത്ര ചെറുതാണെങ്കിലും അതിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അൻ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഖാൽ, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അത്താഴത്തിന് വേണ്ടി എണീക്കാറുണ്ട്. സുമ്മ ഖാമ ഇല സ്വലാ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചതിന് ശേഷമാണ് നമസ്കാരത്തിന് പോവുക, സുബ്ഹ് നമസ്കാരത്തിന് പോവുക. ഫഖീല ലഹു കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എത്ര സമയമുണ്ടായിരുന്നു പ്രവാചകന്റെ അത്താഴത്തിനും സുബഹി ബാങ്കിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയോ, ഖദ്റു 50 ആയ, ഖദ്റു 50 ആയ, നിങ്ങളിൽ ഒരാൾ 50 ആയത്ത് ഓതാൻ എടുക്കുന്ന സമയം മാത്രമാണ് പ്രവാചകൻ അത്താഴം കഴിച്ചതിന് ശേഷം സുബഹ് ബാങ്ക് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ്. ചുരുക്കി പറഞ്ഞാൽ
നമ്മൾ എണീക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ സുബഹിനോട് അടുത്ത സമയമാണ്. ഒരുപാട് നേരത്തെ അത്താഴം കഴിച്ച് വീണ്ടും കിടക്കുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്തല്ല. ആ അത്താഴം കഴിച്ച് കഴിഞ്ഞ് ഒരല്പ സമയം ഇരുന്നാൽ സുബഹി ബാങ്ക് കേൾക്കുന്ന ആ ഒരു സുബഹിനോട് അടുത്ത സമയമാണ് അത്താഴത്തിന്റെ സുന്നത്ത്, അത്താഴം അഫ്ളലാകുന്ന സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ആ സമയത്തിന്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 7 ആകാശങ്ങളിൽ ഈ ഭൂമിയോട് അടുത്ത ആകാശത്തേക്ക് അല്ലാഹ് ഇറങ്ങി വരുന്ന സമയമാണത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കും, എന്നോട് പ്രാർത്ഥിക്കുന്നവരെവിടെ, എന്നോട് ചോദിക്കുന്നവരെവിടെ, അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം. പ്രാർത്ഥന ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് രാവിന്റെ അന്ത്യയാമം, സുബഹിനോട് അടുത്ത സമയം. ആ ഒരു സമയത്താണ് നമ്മൾ അത്താഴം കഴിച്ച് റബ്ബിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന വലിയ ഒരു സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ കുറിച്ച്, റബ്ബിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് തന്നെ നമുക്ക് കാണാം, അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. അല്ലാഹു പറയാണ്, അസ്വാബിരീൻ അവർ ക്ഷമിക്കുന്നവരാണ്, വസ്വാദിഖീൻ അവർ സത്യസന്ധരാണ്, വൽഖാനിതീൻ അവർ ഭയഭക്തരാണ്, വൽമുൻഫിഖീൻ അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്, വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. അത്താഴത്തിന്റെ ആ സമയമുണ്ടല്ലോ, ആ രാവിന്റെ അന്ത്യയാമത്തിൽ എണീറ്റ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരാണവർ. ഇതൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ലക്ഷണമായിട്ട് എണ്ണി പറഞ്ഞതാണ്. സബ്ർ, അതുപോലെ തന്നെ സാദിഖീൻ എന്ന് പറഞ്ഞു, ഖാനിതീൻ എന്ന് പറഞ്ഞു, മുൻഫിഖീൻ എന്ന് പറഞ്ഞു, മുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമയം നമ്മൾ കൃത്യമായി കൊണ്ട് പാലിച്ചുകൊണ്ടാവണം നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നോമ്പ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ളതാവണം. കേവലം ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ടോ കേവലം വെള്ളമോ പാനീയമോ ഒഴിവാക്കിയത് കൊണ്ടോ ഒരാളുടെ നോമ്പ് സ്വീകാര്യമാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ നോമ്പുകാരനായി അവൻ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ചു, പക്ഷേ വ്യാജവാക്കും ചീത്ത പ്രവർത്തനങ്ങളും അയാൾ ഉപേക്ഷിക്കുന്നില്ല. നോമ്പുകാരനാണെന്ന് പറയുമ്പോൾ തന്നെ അയാൾ മോശപ്പെട്ട സംസാരം സംസാരിക്കുന്നു, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പ്രവാചകൻ പറയാണ്, അങ്ങനത്തെ മനുഷ്യൻ ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കുന്നതിൽ അള്ളാഹ്ക്ക് ഒരു താല്പര്യവുമില്ല. ആ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ അതാ തുടർന്ന് പറയുകയാണ്, അസ്വിയാമു ജുന്നത്തുൻ. നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. വഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി കഴിഞ്ഞാൽ ഫലാ യർഫദ്, തെറ്റായ ഒരു കാര്യവും ചെയ്യരുത്, വലാ യസ്ഖബ്, അനാവശ്യമായി ഒന്നും സംസാരിക്കരുത്, ഫഇൻ സാബഹു അഹദുൻ, ഇനി നിങ്ങളെ ഒരാൾ ഇങ്ങോട്ട് വന്ന് അസഭ്യം പറഞ്ഞാൽ പോലും, ഔ ഖാതലഹു, നിങ്ങളോട് ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും, ഫൽയഖുൽ ഇന്നി ഇംറഉൻ സായിമുൻ, അവരോട് തിരിച്ചു പറയണം, ഇന്നി സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ ഈ വഴക്കിനില്ല, ഞാൻ ഈ കച്ചവടത്തില്ല, ഞാനൊരു നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊണ്ടു പോകാൻ നോമ്പുകാരന് സാധിക്കണം. അത്തരത്തിലുള്ള നോമ്പാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മനുഷ്യന്മാർ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ധൃതിപ്പെടുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, ഇത്രയും സമയം നോമ്പ് നോറ്റു, ഇനിയും ഒരല്പം കഴിഞ്ഞിട്ടാകാം നോമ്പ് തുറക്കുന്നത് എന്ന് പറഞ്ഞ് പിന്തിച്ചു നിൽക്കാതെ നോമ്പ് തുറക്കേണ്ട സമയത്ത് കൃത്യമായി നോമ്പ് തുറക്കുക എന്നുള്ളതും പ്രവാചകന്റെ സുന്നത്താണ്. ലാ യസാലു നാസു ബിഖൈരി മാ അജ്ജലുൽ ഫിത്ർ, ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥമായ നിയ്യത്തോടു കൂടി പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസമാണ് എന്ന ബോധത്തോടുകൂടെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും പ്രായം ചെന്ന ആളുകൾക്ക് മാത്രം ഓതാനുള്ള ഒരു കിതാബ്, അതാണ് ഖുർആൻ എന്നൊരു ധാരണ നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തിന് പ്രായമില്ല,
ഏത് പ്രായത്തിലും ഏത് ചെറുപ്പത്തിലും മരണം നമ്മളെ പിടികൂടുമെങ്കിൽ, അള്ളാഹ് വിധിച്ചത് സംഭവിക്കുമെങ്കിൽ, റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരമാണ്, ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ മാസം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക. ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, റബ്ബ് നമ്മോട് സംസാരിക്കുന്ന ആ സംസാരം എന്താണെന്ന് അറിയാനുള്ള ഒരു മനസ്സ്, ഒരു സന്നദ്ധത എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ പ്രതിഫലവും അതിന്റെ അർത്ഥവും ആശയവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും സാധിക്കണം. പരിശുദ്ധ റമദാൻ യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് ആണ്. തുടർന്ന് വരുന്ന മുഴുവൻ മാസത്തിലേക്കും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ട്രെയിനിങ് ആണ് പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുവാനും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുവാനും കൃത്യമായി കൊണ്ട് സകാത്തും സ്വതക്കയും എല്ലാം നൽകുവാനും നമ്മുടെ കടമകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് പൂർണ്ണമായി നിർവഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദാഹം ശമിച്ചു, നാഡീഞരമ്പുകൾ നനഞ്ഞു, റബ്ബ് ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന പ്രാർത്ഥനയാണ്. ഈ നിലക്ക് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുന്നത്തുകളും ഒന്നൊഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതിനു വേണ്ടി നാം ജാഗ്രത പുലർത്തുക. ആ പ്രതിഫലം എത്രയാണെന്ന് പോലും റബ്ബ് നിശ്ചയിക്കാത്ത പ്രതിഫലമാണ് നമുക്കത് മുഖേന ലഭിക്കുന്നത് എന്ന ബോധത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇപ്രകാരമാണ്: ഒരു നോമ്പ് ഒരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു നോമ്പ് ഒരു മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലം മുഖേന അയാളുടെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റുമെങ്കിൽ അതൊരു നോമ്പാണ്. അത് ഫർള് നോമ്പ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ ഫറളായ ഒരു നോമ്പിന്റെ കൂലി, റമദാൻ മാസത്തിലെ നോമ്പിന്റെ കൂലി എത്രയായിരിക്കും നമുക്കത് കണക്കാക്കാൻ പോലും സാധിക്കില്ല. അത്രയും വലിയൊരു പ്രതിഫലത്തിന്റെ ഓഫറാണ്. ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ ഒരു അവസരമാണ് അള്ളാഹ് നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓഫറുകൾ മുഴുവനും ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.